ഇരിക്കുന്നുണ്ട്, ഒരു 3-5 മുട്ട ഇരിക്കുന്നുണ്ട്. ഒരു 6 മുട്ടയാണ്. അപ്പോൾ അത് ഒരു കറി ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഈ ഒരു 4 സവാളയും പച്ചമുളക് ഒക്കെ ഇട്ടൊന്ന് നോക്കാം. അപ്പോൾ വീട്ടിൽ വരുമ്പോൾ ഇത് ഫുഡ് കഴിക്കാനുള്ള കറിയാവും ചെയ്യും, എനിക്ക് കഴിക്കുകയും ചെയ്യും. അപ്പോൾ ആ കറി ഒന്ന് ഉണ്ടാക്കി നോക്കാം. ഇപ്പം റെഡി ആക്കിയിട്ടുണ്ട്, പച്ചമുളകും സവാളൊക്കെ റെഡി ആക്കിയിട്ടുണ്ട്. വെളിച്ചെണ്ണ കഴിഞ്ഞു പോയി. ഓയിൽ ഇവിടെ വെളിച്ചെണ്ണ ഓയിലും ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. ഓയില് പൂജ തീയൊന്ന് കുറച്ചിടാം. വെളിച്ചെണ്ണ ചൂടായി നമുക്ക് ചൂടായി ഇനി ചെറുച്ചൂട ഇവിടെ കൂടി വഴിച്ചിട. ഒരൽപ്പം ഉപ്പ് കൂടെ ഇടാം, ഉപ്പ് ആവശ്യത്തിന്. അത് ഞാൻ പറയണമെന്നില്ല, അറിയാം ഉപ്പ് ആവശ്യത്തിന്. എന്നാലും അങ്ങനെ അരിക്ക് വയ്ക്കാൻ ഉപ്പിട്ടേ വെള്ളമൊക്കെ പ്രഷർ ചെയ്യും. നമുക്ക് ഞാൻ മുളകില്ലേ പച്ചമുളക് അരിഞ്ഞിട്ട് അങ്ങനെ എടുക്കാം. പിന്നെ വേപ്പില, കളി ഇതല്ല എൻ്റെ തക്കാളി കൂടിയാണ് അരിഞ്ഞത്. കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ. മൂട് ഞാൻ കിട്ടിയതല്ല. തക്കാളി സബോളയും വയറ്റി വരുന്നുണ്ട്. ഇനി അത് ഒന്നും കൂടി ആയിട്ട് വേണം നമുക്ക് ഈ മുട്ട അതിൽ കൊത്തി പിടിക്കാം. ഒന്ന് അടച്ചു വെച്ചല്ലേ പെട്ടെന്നാവും എന്നാ പറഞ്ഞു. തുറന്നതാ ആയിട്ടില്ല, റെഡി. നമുക്കിനി മുളക് പൊടി ഇടാം. 1 2 3. ഇവിടെ കുറച്ച് എരിവ് എല്ലാവർക്കും ഉണ്ട്, കൂടുതൽ ആവശ്യമാണ്. അതുകൊണ്ട് കുറച്ച് എരിവ് കൂടി എടുക്കട്ടെ. പിന്നെ ഒരു മഞ്ഞപ്പൊടി കൂടിയ നല്ലതാണ്, എടുക്കട്ടെ. പിന്നെ ഇത്തിരി ഗരം മസാല ഇട്ട് മിക്സ്. വലിയ സ്മെല്ലൊക്കെ നല്ല സ്മെല്ല് വരുന്നുണ്ട്. നെഞ്ചുടുക്കിൻ്റെ താളത്തോടിപ്പേ നൊമ്പരങ്ങൾ പാടാൻ ഞാൻ, നൊമ്പരങ്ങൾ പാടാൻ ഞാൻ. നെഞ്ചുടുക്കിൻ്റെ താളത്തോടിപ്പേ നൊമ്പരങ്ങൾ പാടാൻ ഞാൻ, നൊമ്പരങ്ങൾ പാടാൻ ഞാൻ.
സുഖത്തിലല്ല ദുഃഖത്തിലല്ലോ പാട്ടേ നിന്റെ മണിക്കിലുക്കം, പാട്ടേ നിന്റെ മണിക്കിലുക്കം. നെഞ്ചുടുക്കിൻ്റെ താളത്തുടിപ്പേ നൊമ്പരങ്ങൾ പാടാം ഞാൻ, നൊമ്പരങ്ങൾ പാടാം ഞാൻ. ഇത് ഇനി മുളക് മൂത്ത് കഴിയുമ്പോൾ നമുക്കൊരു 6 കുഴികൾ ഉണ്ടാക്കാം. ഈ 6 കുഴി ഉണ്ടാക്കിയിട്ട് ആ കുഴിയിൽ ഈ മുട്ട പൊട്ടിച്ചാണ്ട് ഒഴിക്കാം. ഒന്ന്, രണ്ട്, മൂന്ന് താഴ്ത്തിക്കാൻ പോയേ. മൂന്നെടുത്ത് താഴേക്ക് പോയി. മൂടി വയ്ക്കാം കുറച്ച് നേരം. അതിന് തുറക്കാം. ഇപ്പം നമ്മുടെ മുട്ടക്കറി അടിപൊളിയായിട്ടുണ്ട്. മുട്ടക്കറി റെഡിയായി. അപ്പോൾ നമുക്കതൊന്ന് മറച്ചിട്ട് നോക്കാം. മറയാൻ നോക്കണ്ട, മറയൊന്നും തോന്നണ്ടേ, എന്നാലും പിടിച്ചു നോക്കട്ടെ. 2 കൈയുണ്ട്. കൈകൾ കൊണ്ട് പതുക്കനെ പൊട്ടാതെ മറിഞ്ഞ് കെട്ടിയാൽ വൈകി. ഓ കൈ പൊളി, അറിയാൻ വഴിയില്ല, പൊട്ടിപ്പോയി. അറിയാൻ വഴിയില്ല, പൊട്ടിപ്പോയി. സഹോദരന്മാരെ, സഹോദരികളെ, ഓക്കെ അല്ല എന്താ ചെയ്യാൻ, പൊട്ടിപ്പോയി.